ഒരു കാലത്ത് പെട്ടിക്കടവുഡ് എന്നൊക്കെയായിരുന്നു മോളിവുഡിൻ്റെ വിളിപ്പേര്. സിനിമകളുടെ നിലവാരത്തിൽ മറ്റേത് ഇൻഡസ്ട്രിയെയും കവച്ചു വയ്ക്കാനുള്ള ആവതുണ്ടായിട്ടും ബോക്സ് ഓഫീസിലും കോടി ക്ലബ്ബുകൾക്കിടയിലും നമ്മുടെ മലയാള സിനിമ അടിപതറിയിരുന്ന സമയമായിരുന്നു അത്. ഒടുവിൽ 2016 മലയാള സിനിമയുടെ ആദ്യ സീൻ മാറ്റം സംഭവിച്ചു. പുലിമുരുകനിലൂടെ മോഹൻലാൽ മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ്ബ് എന്ന നേട്ടം കൈപ്പിടിയിലാക്കി. പിന്നീട് ഇങ്ങോട്ട് ചില സിനിമകൾ കൂടി അത് ആവർത്തിച്ചു. എന്നാൽ മായാവിൽ ശ്രാങ്ക് പറയുന്നത് പോലെ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാണ് 2024 മലയാള സിനിമയുടെ കയ്യും പിടിച്ചങ്ങ് അടിച്ചു കയറി വന്നത്. നാട്ടുകാർക്ക് വട്ടായതാണോ അതോ എനിക്ക് പ്രാന്തായതാണോ എന്ന് ചോദിച്ചതുപോലെ കോടി ക്ലബ്ബുകളുടെ ചാകര തന്നെയായിരുന്നു 2024. അക്കൂട്ടത്തിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയ അവസാന സിനിമയാണ് മാർക്കോ. ഹനീഫ ദേനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം കഴിഞ്ഞ ദിവസമാണ് 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയത്. ട്രാക്കർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 കോടിയിലധികം രൂപയാണ് മാർക്കോ ഇതുവരെ നേടിയത്. മലയാളം കഴിഞ്ഞാൽ ഹിന്ദി പതിപ്പിൽ നിന്നാണ് മാർക്കോ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയത്. ബോളിവുഡിലെ വമ്പൻ റിലീസുകളെ പിന്നിലാക്കിയാണ് മലയാളത്തിൽ നിന്നെത്തിയ മാർക്കോ മുന്നേറുന്നതെന്നതും സിനിമയുടെ ഈ ബോക്സ് ഓഫീസ് വിജയത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. മാർക്കോ ഹിന്ദി പതിപ്പിൽ നിന്ന് 10 കോടി കളക്ഷൻ നേടിയതായാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്, തെലുങ്ക് മൊഴിമാറ്റ പതിപ്പുകളിൽ നിന്നും സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അതേസമയം മലയാളത്തിൽ നിന്ന് 100 കോടി ക്ലബ്ബിലെത്തുന്ന 9ാമത്തെ സിനിമ കൂടിയാണ് മാർക്കോ. റിലീസിനെത്തി 16ാം ദിവസത്തിലാണ് സിനിമയുടെ ഈ നേട്ടം. 2016-ലെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം പുലിമുരുകൻ 100 കോടി ക്ലബ്ബിൽ മുത്തമിടാനെടുത്തത് 36 ദിവസമാണ്. ട്രാക്കിംഗ് വിവരങ്ങൾ അനുസരിച്ച് 145 കോടി കളക്ഷനാണ് പുലിമുരുകൻ ആഗോളതലത്തിൽ അന്ന് നേടിയത്. പിന്നാലെ 100 കോടി കടമ്പ കടന്നതും ഒരു മോഹൻലാൽ ചിത്രം തന്നെയാണ്, പൃഥ്വിരാജിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ. എന്നാൽ പുലിമുരുകൻ്റെ 1/3 സമയമെടുത്താണ് 2019-ലെത്തിയ ലൂസിഫർ 100 കോടിയിലെത്തിയത്. തിയേറ്റർ റൺ അവസാനിച്ചപ്പോൾ 125 കോടിയോളം രൂപയാണ് ലൂസിഫർ ബോക്സ് ഓഫീസിൽ നിന്ന് അന്ന് നേടിയത്. പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു മലയാളത്തിന് ഒരു 100 കോടി പടം കിട്ടാൻ. അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ് 2023-ലെത്തിയ 2018 മലയാളത്തിൻ്റെ 3ാമത്തെ 100 കോടി പടം. 11 ദിവസത്തിലായിരുന്നു ചിത്രം 100 കോടി ക്ലബ്ബിലെത്തിയത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 176 കോടിയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത്. അതുകൂടാതെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 89 കോടിയോളം രൂപയും സിനിമ കളക്ട് ചെയ്തു. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രമായും 2018 മാറി. മോളിവുഡിൻ്റെ ഗോൾഡൻ ഇയറായ 2024-ലാണ് പിന്നീടുള്ള 100 കോടി പടങ്ങളെല്ലാം. മഞ്ഞുമ്മൽ ബോയ്സിൽ തുടങ്ങിയ ഓളം പ്രേമലുവും ആടുജീവിതവും ആവേശവും ARM കഴിഞ്ഞ് മാർക്കോയിലാണ് എത്തി നിന്നത്. 2024-ലെ ആദ്യ 100 കോടി പടം മഞ്ഞുമ്മൽ ബോയ്സ് ആയിരുന്നു. എന്നാൽ മഞ്ഞുമ്മലിലെ പിള്ളേർ 100-ലൊന്നും ഒതുങ്ങി നിന്നില്ല. റിപ്പോർട്ടുകൾ അനുസരിച്ച് 242 കോടിയോളമാണ് തിയേറ്റർ റൺ അവസാനിച്ചപ്പോൾ കളക്ഷനായി സിനിമ വാരിയത്. പ്രേമലു ആകട്ടെ ആഗോള കളക്ഷനായി 135 കോടിയോളം രൂപ നേടുകയും റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ലാഭം നേടിയ സിനിമയായി മാറുകയും ചെയ്തു. 31 ദിവസം കൊണ്ടാണ് പ്രേമലു 100 കോടി നേട്ടത്തിലെത്തിയത്. ആടുജീവിതമാകട്ടെ വേഗത്തിൽ 100 കോടി ക്ലബ്ബിലെത്തുന്ന ആദ്യ മലയാള സിനിമയായി മാറി. 9 ദിവസം കൊണ്ടായിരുന്നു സിനിമ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഫഫയുടെ ആവേശവും അതിവേഗത്തിൽ 100 കോടി ക്ലബ്ബ് പിടിച്ചു. 13 ദിവസം കൊണ്ടാണ് ആവേശം ഈ നേട്ടം സ്വന്തമാക്കിയത്. ടൊവിനോ ചിത്രം ARM ആണ് 2024-ലെ 5ാമത്തെ 100 കോടി പടം. 18 ദിവസം കൊണ്ടാണ് ചിത്രം ഈ നേട്ടത്തിലെത്തിയത്. ഇനി 2025-ൽ എത്താൻ പോകുന്ന സിനിമകളും ഒട്ടും മോശമല്ല. പാൻ ഇന്ത്യൻ ലെവലിൽ വരെ കളക്ഷൻ തൂക്കാൻ തയ്യാറായാണ് ഈ വർഷത്തെ സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നത്. 2024-ൽ ചുവട് പിഴച്ചവർക്കെല്ലാം ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന വർഷം കൂടിയാണ് 2025.